What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Current channel. Now, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈസ് എൻസോ മെറസ്ക ഹാപ്പി വിത്ത് ദ ടീം? അതാണ് ചോദ്യം. കാരണം നമ്മൾ ചിലപ്പോൾ ടീമിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സിനെ ചിലപ്പോൾ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സ്ട്രൈക്കർ വരണം നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരു സെന്റർ ബാക്ക്, മേ ബി ഒരു ഗോൾ കീപ്പർ, ആരുമില്ല. നമ്മൾക്ക് ഇൻഫാക്ട് സൈനിങ് എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരൻ ഒരു മിഡ്ഫീൽഡറിനെ ഒരു പക്ഷേ ഫസ്റ്റ് ടീമിൽ തന്നെ കളിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മിഡ്ഫീൽഡറും പിന്നെ ഒന്ന് രണ്ട് ലോൺ റീകോൾസും അല്ലാണ്ട് നമ്മൾ കാര്യമായിട്ട് നമ്മൾ സ്ക്വാഡ് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് പേരെ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞാൻ വിന്റർ ട്രാൻസ്ഫർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദ ക്വസ്റ്റ്യൻ ഈസ് എൻസോ മെറസ്ക ഹാപ്പി? കാരണം പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ടീമാണോ പുള്ളിക്കാരന്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയോ എന്റെ മനസ്സ് പറയുന്നു അംഗീകരിച്ചില്ലെങ്കിലും ഐ തിങ്ക് ഹി ഈസ് ഹാപ്പി വിത്ത് ദ സ്ക്വാഡ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കളി സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കി 50ാമത്തെ മിനിറ്റിലേക്ക് പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ സീസണിന്റെ തുടക്കത്തിൽ കണ്ട ഒരു പ്രവണതയാണ്. ആൻഡ് ഫെലിക്സിനെ പോലെയുള്ള പ്ലെയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതിൽ എനിക്ക് കുറ്റമൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുന്നത് മെറസ്ക ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. എനിക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതിലല്ല, യൂസ് ചെയ്തില്ല, അതിന് പുറകിലുള്ളൊരു കാരണം, വ്യക്തമായ ഒരു കാരണം എനിക്ക് മനസ്സിൽ തോന്നുന്നില്ല. ഞാൻ പലതവണയും പറയണ്ടായിരുന്നു ഫെലിക്സിന്റെ സൈനിങ് വാസ് ഇറ്റ് എൻ ഓപ്പർച്യൂണിസ്റ്റിക് സൈനിങ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് എൻസോ മെറസ്ക ഒരു പക്ഷേ സ്ക്വാഡില് ഫെലിക്സിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് സ്ക്വാഡ് ഓവർ ബ്ലോട്ടഡ് അല്ല, പക്ഷെ റിയാലിറ്റി ഈസ് വി വേർ ആക്ച്വലി എ ബിറ്റ് ഓവർ ബ്ലോട്ടഡ്. നമുക്ക് കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അറ്റാക്കിംഗ് പ്ലേയേഴ്സ് കുറെ പേരുണ്ടായിരുന്നു, ഡിഫൻസിൽ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു 5-6 പേര് പോയതിനു ശേഷം ആ സ്ക്വാഡ് ഒന്ന് ട്രിം ഡൗൺ ആയി. ആൻഡ് ഇപ്പൊ നമ്മൾ സ്ക്വാഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെറസ്കയെ സംബന്ധിച്ച് യു ഹാവ് കുക്രയ, കോൾവെൽ, ബാദിയഷേൽ, ടോസിൻ, ചാലബ, ഫൊഫാന മിക്കവാറും ഈ സീസൺ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ 5 പേരുണ്ട്. റീസ് ജെയിംസ്, മാലോ ഗുസ്തോ 7 പേര്. ഒരു പ്രോപ്പർ നമ്പർ ഓഫ് ഡിഫൻഡേഴ്സ് ഉണ്ട്. ഇനി അച്ചിയംപോങ്ങും അൻസൽമീനോനെ ആഡ് ചെയ്താൽ പോലും തന്നെ കുഴപ്പമില്ല. കാരണം എനിവേ മെറസ്ക അവരെ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ടീമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടീമിൽ കാണേണ്ട 5-6-7 ഡിഫൻഡേഴ്സ് ഒരു പക്ഷെ മെറസ്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. മിഡ്ഫീൽഡേഴ്സ് വീണ്ടും കട്ട് ഡൗൺ ആയി. യു ഹാവ് എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കൈസഡോ, ഫോർ എവർ ഇൻജോർഡ് റോമിയോ ലാവിയ ആൻഡ് റൂസ്ബെറി ഹോൾ, ആൻഡ് ഇപ്പൊ പറഞ്ഞ പുതിയ പ്ലെയർ പേര് പോലും എനിക്ക് അറിയില്ല. അപ്പോ അവിടെ ഒരു കട്ട് ഷോട്ടായി, അവിടെ മാനേജ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയി. ആൻഡ് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ജാക്സൺ മാർഗിയു, ഫെർണാഫ്, സാൻചോ എൻകുങ്കു. മുഡ്രിക്കിന്റെ ഭാവി വളരെ സംശയത്തിലാണ്. മോസ്റ്റ് ലൈക്ലി ഹീസ് ഗോണ ഗെറ്റ് സസ്പെൻഡഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഉള്ളത് മുഡ്രിക്, സാൻചോ ആൻഡ് എൻകുങ്കു, രണ്ടുപേരും ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന പ്ലെയേഴ്സ് ആണ്. ഇപ്പുറത്തെ പെഡ്രോ നെറ്റോ ആൻഡ് നോണി മാഡോക്കെ രണ്ടും ഡിഫറെന്റ് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് യു ഹാവ് എ പ്രോപ്പർ നമ്പർ 10 വിച്ച് ഇസ് കോൾ പാൽമർ. അപ്പൊ ഒരു കണക്കിന് മെറസ്ക തന്റെ സ്ക്വാഡ് ലിസ്റ്റ് എടുത്തു നോക്കുമ്പോഴത്തേക്കും തനിക്ക് മാനേജബിൾ ആയിട്ട് ഗെയിം ടൈം കൊടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെയാണ് തന്റെ കയ്യിലുള്ളത് എന്നുള്ള ഒരു പക്ഷെ ഒരു കോൺഫിഡൻസ് മെറസ്ക കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ കോൺഫറൻസ് ലീഗ് മറ്റേത് മറിച്ചൊക്കെ അവിടെ കിടക്കട്ടെ, അത് വരുമ്പോൾ നമുക്ക് അപ്പൊ ആലോചിക്കാം. പിന്നെ ഈ ടൈറിക് ജോർജിന് ചാൻസ് കിട്ടും, അപ്പോ റാക്സ് ആക്കി, അങ്ങനെ കുറെ പ്ലേയേഴ്സിന് ചാൻസ് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനിയും പറയുന്ന കോൺഫറൻസ് ലീഗ്. പക്ഷെ കോൺഫറൻസ് ലീഗ് സെക്കൻഡ് റൗണ്ടിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ മേ ബി ഈ പറയുന്ന റെഗുലർ ഈ പറയുന്ന ടോപ്പ് 20 പ്ലേയേഴ്സിനെ വെച്ചിട്ടായിരിക്കും, നമ്മൾ ടോപ്പ് 15 to 17 പ്ലേയേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കളിപ്പിക്കുന്നത്. ആൻഡ് ഒരു കണക്കിന് മെറസ്ക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലോട്ടഡ് സ്ക്വാഡിനെ കോൺഫറൻസ് ലീഗ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്തു. 2 ടീമായിട്ട് സെറ്റ് ചെയ്ത് ആ ടീമിനെ കൊണ്ട് കളിപ്പിച്ചു. അത്യാവശ്യം ഗെയിം ടൈം എല്ലാവർക്കും കൊടുക്കുകയും ഒരു കണക്കിന് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. എല്ലാവർക്കും ഗെയിം ടൈം കിട്ടുന്നതെന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ബട്ട് പ്രീമിയർ ലീഗിൽ തന്റെ ടീം ഏതാണ്, തന്റെ പ്രിഫേർഡ് 11 ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്താണ് മെറസ്ക. അത് വളരെ എന്താ പറയുക, സ്റ്റഡി ആയിട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇപ്പോ തന്റെ കയ്യിലുള്ള ഒരു ടീം, തനിക്ക് ആവശ്യമുള്ള ഒരു ടീം ഒരു കണക്കിന് മാനേജബിൾ ആണ്. ആ മാനേജബിൾ ആവുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ടാക്ടിക് കുറെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നുള്ളൊരു മനസ്സാണ് എനിക്ക് പറയുന്നത്. സോ സംവെയർ നമ്മൾ ഈ ഓവർലി സൈൻ ചെയ്ത് ഭയങ്കര സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, മറ്റേത് മറിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞ് തള്ളുമ്പോഴും ഒരു കോച്ചിനെ സംബന്ധിച്ച് ഇത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മെറസ്ക ഡിഡ് ഇറ്റ് വെൽ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്റെ ഫസ്റ്റ് ടീമിൽ റെഗുലർ ഗെയിം ടൈം കിട്ടാത്ത പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇനി എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നതും തനിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം മെറസ്കയ്ക്ക് മെന്റലി ഉണ്ട്. ഫ്രീഡം അതായത് ബോർഡ് പ്രഷർ കൊടുക്കുന്നു എന്നല്ല, പക്ഷെ മെന്റലി മെറസ്കയെ സംബന്ധിച്ച് ഒരു ഫ്രീ ആണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കോച്ചാണ്, നമ്മുടെ കയ്യിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരെയും ഇങ്ങനെ ഗെയിം ടൈം കൊടുക്കുക.
ഇത്രയും കളികളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജയിക്കുകയും വേണം, ഡിമാൻഡ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ സ്ഥിതിയിൽ മേ ബി മെറസ്കയുടെ പ്രസ് കോൺഫറൻസ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ഇപ്പോ യോർഗൻസനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ പറയാൻ കാരണം, പ്രസ് കോൺഫറൻസിൽ മെറസ്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ സാഞ്ചസ് അല്ലെങ്കിൽ യോർഗൻസൺ, ഞങ്ങൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെയല്ല മെറസ്ക സംസാരിച്ചുകൊണ്ടിരുന്നത്. മെറസ്ക പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, സാഞ്ചസ് ഇസ് ആർ നമ്പർ 1, സാഞ്ചസ് ഇസ് നമ്പർ 1. പക്ഷെ വെസ്റ്റ് ഹാമിന് മുമ്പേ പ്രസ് കോൺഫറൻസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. അതുപോലെ തന്നെ പോസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. എൻകുങ്കുന് കുറെ കൂടെ ഗെയിം ടൈം കിട്ടാനുണ്ട്, ഹി ഡിസേർവ്സ് എ ലോട്ട് മോർ ഗെയിം ടൈം, ആൻഡ് പുള്ളിക്കാരനെ ഞങ്ങൾ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഉപയോഗിക്കാനാണ് വിത്ത് ഓവർലാപ്പിംഗ് കുക്രയ, അതൊരു പോസിബിൾ സൊല്യൂഷൻ ആണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഹി നോസ് ഹി ഹാസ് എ പ്ലാൻ ഫോർ ദീസ് പ്ലേയേഴ്സ്, ആൻഡ് മേ ബി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ക്വാഡ് വെച്ചിട്ട് 100% ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിരിക്കാം. എനിവേ അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നു മെറസ്ക ഇസ് ഹാപ്പി. ലെറ്റ്സ് സീ ഹൗ ഹി മാനേജസ്. ഇനി വരാൻ പോകുന്ന നമുക്ക് മത്സരങ്ങളിൽ പുള്ളിക്കാരൻ എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. നല്ലോണം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ അബ്സല്യൂട്ട്ലി ഹാപ്പി. നമുക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ആസ് ഓഫ് നൗ വി ആർ ഇൻ ടോപ്പ് 4. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ടേബിൾ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് വിമർശനം പറഞ്ഞാലും കുഴപ്പമില്ല. ആസ് ലോങ് ആസ് വി ആർ ഇൻ ടോപ്പ് 4 വി ആർ ഹാപ്പി. Let me know guys നിങ്ങളുടെ തോട്ട്സ് in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.